പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നോമ്പുകാല ചിന്തകളുടെ ഭാഗമായി ആദ്യ മാതാപിതാക്കളുടെ പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. കത്തോലിക്ക സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമുണ്ട്, പഠനമുണ്ട്, വിശ്വാസ വിഷയമുണ്ട്. ജന്മപാപം എന്നുള്ളതാണ്, ഒറിജിനൽ സിൻ. പലർക്കും മനസ്സിലാകാത്ത ഒരു രഹസ്യമാണത്. അത് എങ്ങനെയാണ് നമ്മുടേതല്ലാത്ത ഒരു തെറ്റിന്, നമ്മുടേതല്ലാത്ത ഒരു കുറ്റത്തിന്, വേറെ ആരുടെയെങ്കിലും പാപത്തിന് നമ്മൾ ആ പാപത്തിൻ്റെ കറയും ഭാരവും ദുരന്ത ഫലങ്ങളും ഏറ്റെടുക്കേണ്ടി വരുന്നതെന്ന ചിന്തയാണ്, ചോദ്യമാണ് അതിൽ നിന്നുണ്ടാകുന്നത്. അതിനെക്കുറിച്ച് സഭ എന്ത് പഠിപ്പിക്കുന്നു എന്നാണ് ഇന്നത്തെ ഈ 10 മിനിറ്റ് നേരത്തെ ധ്യാനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ട്രെൻഡ് കൗൺസിൽ എന്ന് പറയുന്ന ത്രന്തോസ് സോനോഹദോസ്, കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട കൗൺസിലുകളിൽ ഒന്നാണ് ഈ ത്രന്തോസ് സോനോഹദോസ് അല്ലെങ്കിൽ ട്രെൻഡ് കൗൺസിൽ. ആ സോനോഹദോസിൻ്റെ പ്രബോധനത്തിൽ നമ്പർ 407 പറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വായിക്കാം. മനുഷ്യൻ സ്വതന്ത്രനായി തന്നെ നിലനിൽക്കുന്നുവെങ്കിലും ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തോടെ പിശാച് മനുഷ്യൻ്റെ മേൽ ഒരുതരം ആധിപത്യം നേടി. മരണ സാമ്രാജ്യത്തിൻ്റെ ഉടമയായ പിശാചിൻ്റെ അധികാരത്തിന് കീഴിലുള്ള അടിമത്തം ഉത്ഭവ പാപത്തിലൂടെ സംജാതമാകുന്നു. പിശാചിന് മനുഷ്യവർഗത്തിന്മേൽ അധികാരം കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യ മാതാപിതാക്കൾ ദൈവത്തോട് ചേരാതെ പിശാചിനോട് ചേർന്നു, ദൈവത്തെ കേൾക്കാതെ പിശാചിനെ കേട്ടു, ദൈവത്തിൽ വിശ്വസിക്കാതെ പിശാചിൽ വിശ്വസിച്ചു, ദൈവത്തിൽ അനുസരിക്കാതെ പിശാചിനെ അനുസരിച്ചു. അതാണ് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ ഫലമായി ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ, പിശാചിലേക്ക് പോകുന്നവർ പിശാചിൻ്റെ മക്കളും ദാസരൊക്കെ ആയിട്ട് മാറും. അങ്ങനെ ആദ്യ മാതാപിതാക്കളിലേക്ക് ഒഴുകി വന്ന പിശാച് അവരിലേക്ക് നിക്ഷേപിച്ച പിശാചിൻ്റെ ഈ സ്വാധീനം, സാന്നിധ്യം, ബന്ധനം, അതിൻ്റെ ഫലമായി വരുന്ന പിശാചിൻ്റെ ദാസ്യം, പിശാചിൻ്റെ അവൻ്റെ മേലുള്ള മനുഷ്യവർഗത്തിന് മേലുള്ള അധികാരം, ഇതെല്ലാം കൂടെ കൂടിയതാണ് ജന്മപാപത്തിൻ്റെ അടിസ്ഥാനം. ഇനി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 401 പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കാം. ആദ്യ മാതാപിതാക്കളുടെ പാപവീഴ്ചയുടെ ഫലമായി മാനവ പ്രകൃതിയെ ബാധിച്ച ദുരന്തമാണ് ജന്മപാപം. മനുഷ്യവർഗത്തിൻ്റെ, മനുഷ്യപ്രകൃതിയിലുണ്ടായ ഒരു ദുരന്തമാണത്. ഈ പാപപ്രകൃതി ഇസ്രായേലിൻ്റെ, പഴയ നിയമ ജനതയുടെ അനുസരണക്കേടിലും ക്രിസ്ത്യാനികളുടെ പാപവീഴ്ചകളിലും തല ഉയർത്തുന്നുണ്ട്. തോമസ് അക്വിനാസ് എന്ന് പറയുന്ന സഭാ മൽപ്പാന്മാരിൽ ഒരാളായ, ഔദ്യോഗികമായ സഭയുടെ പ്രബോധനങ്ങൾ നൽകുന്നതിൽ ഉന്നത ശ്രേണിയിൽപ്പെട്ട വിശുദ്ധ തോമസ് അക്വിനാസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദത്തിൽ മനുഷ്യവംശം മുഴുവനും ഒരു മനുഷ്യൻ്റെ ഏക ശരീരം പോലെയാണ് എന്ന് തോമസ് അക്വിനാസ് പറയും. ആദ്യ മാതാപിതാക്കളിലൂടെ നമ്മളെല്ലാവരും ലോകാവസാനം വരെ ഉണ്ടാകാനിരിക്കുന്നവരെല്ലാം ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ ഒരു യൂണിറ്റിയിലേക്ക്, ഒരു യൂണിറ്റ് എന്ന നില അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. പ്രലോഭകന് വഴങ്ങിക്കൊടുക്കുക വഴി ആദവും ഹവ്വയും വ്യക്തിപരമായ ഒരു പാപം ചെയ്തു. ഈ പാപം മനുഷ്യപ്രകൃതിയെ ബാധിച്ചു. ഈ പ്രകൃതിയാണ് ആദ്യ മാതാപിതാക്കന്മാർ തങ്ങളെ നിബന്ധിച്ച അവസ്ഥയിൽ തങ്ങളുടെ പിൻതലമുറകളിലേക്ക് സംക്രമിപ്പിച്ചത് എന്ന് ട്രെൻഡ് സോനോഹദോസ് തോമസ് അക്വിനാസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. മനുഷ്യവർഗത്തിന് നൽകിയ ദൈവസ്വഭാവവും ദൈവത്തോട് ഐക്യപ്പെടുമ്പോഴുണ്ടാകുന്ന ദൈവിക നന്മകളുമായിരുന്നു അവരിലൂടെ അടുത്ത തലമുറകളിലേക്ക് ഒഴുകിയിറങ്ങേണ്ടത്. എന്നാൽ മനുഷ്യവർഗത്തിൻ്റെ തുടക്കക്കാരായ ഈ 2 പേരും പിശാചിനോട് ചേർന്നപ്പോൾ അവരിൽ വന്ന ഈ പാപപ്രകൃതി അത് അവരുടെ പിൻതലമുറകളിലേക്ക് ഒഴുകി വന്നുവെന്ന് സഭ പഠിപ്പിക്കുന്നു. എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 404 പറയുന്നുണ്ട്. അതൊന്ന് ഞാനിപ്പോൾ വിവരിക്കാം. പ്രജനനത്തിലൂടെ എന്ന് പറഞ്ഞാൽ മക്കളെ ജനിപ്പിക്കുന്ന കർമ്മം, പ്രൊക്രിയേഷൻ, പ്രജനനത്തിലൂടെയാണ്, അതായത് ഉത്ഭവവിശുദ്ധിയും നീതിയും നഷ്ടപ്പെട്ട മനുഷ്യപ്രകൃതിയുടെ
സമ്പ്രദാനത്തിലൂടെയാണ് ഈ പാപം സമസ്ത മാനവരിലേക്കും സംക്രമിക്കുന്നത്. തന്മൂലം സാധർമ്മിക അർത്ഥത്തിൽ, അനലോജിക്കൽ സെൻസിൽ മാത്രമാണ് ഉത്ഭവപാപത്തെ നാം പാപമെന്ന് വിളിക്കുന്നത്. ചെയ്ത പാപമല്ല ഇത്, പ്രത്യുത പകർന്നു കിട്ടിയ പാപമാണ്. ഇതൊരവസ്ഥാവിശേഷമാണ്, ഒരു പ്രവൃത്തിയല്ല. നമ്മൾ പ്രവൃത്തി കൊണ്ട്, കർമ്മം കൊണ്ട്, മനോഭാവം കൊണ്ട് ഈ പാപം നാം വരുത്തിവെച്ചതല്ല. നാം മനുഷ്യവർഗത്തിൽ, ആദ്യമാതാപിതാക്കൾ തുടങ്ങി ഇങ്ങോട്ട് വന്ന മനുഷ്യവർഗത്തിൽ അംഗങ്ങളായപ്പോൾ ആദ്യമാതാപിതാക്കളിലുണ്ടായ ആ പാപപ്രകൃതി, അഭിഷേകം നഷ്ടപ്പെട്ട അവസ്ഥ, ഈ ദൈവൈക്യത്തിൻ്റെ കുറവ് നമ്മിലേക്കും ഒഴുകി വന്നു. നമ്മുടെ മുൻ തലമുറകളിലൂടെ അത് നമ്മിലേക്ക് എത്തി. ആദ്യമാതാപിതാക്കൾക്ക് പാപം വഴി ഉത്ഭവ വരപ്രസാദം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ജസ്റ്റിസ് എന്ന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യുന്ന ഉത്ഭവ വരപ്രസാദം. ഇപ്പം ഞാനീ പറയാൻ പോകുന്ന കാര്യം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 374 മുതൽ 379 വരെയുള്ള ആ പ്രബോധനത്തിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അഥവാ CCC കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, ആദ്യ മാതാപിതാക്കൾക്ക് പാപം വഴി ഉത്ഭവ വരപ്രസാദം നഷ്ടമായി. ഉത്ഭവ വരപ്രസാദത്തിൽ 3 വസ്തുതകളുണ്ടായിരുന്നു. ഒന്ന്, ശുദ്ധീകരണ വരപ്രസാദം അഥവാ സാങ്ക്ടിഫയിങ് ഗ്രേസ്. അതെന്താ ചോദിച്ചാൽ, ഈ ശുദ്ധീകരണ വരപ്രസാദം എന്ന് പറയുന്നത് നന്മ മാത്രം തിരഞ്ഞെടുക്കാനുള്ള കഴിവ്, തിന്മ തിരഞ്ഞെടുക്കാൻ, നന്മ തിരഞ്ഞെടുക്കാനായിട്ടുള്ളൊരു പ്രത്യേകമായ അഭിഷേകം അവർക്കുണ്ടായിരുന്നു. രണ്ടാമതായി മാനുഷിക സമഗ്രത, ഇംഗ്ലീഷിലെ ഹ്യൂമൻ റെക്റ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ ശാരീരിക വികാരങ്ങൾ ആത്മീയ പ്രേരണകൾക്ക് വിധേയമായി മാത്രം പ്രവർത്തിക്കുന്നതിനാൽ പാപരഹിതമായി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ. നമ്മുടെ ശാരീരിക പ്രവണതകൾ അത് എല്ലാ തരത്തിലുമുണ്ട്, സെക്സ് മാത്രമല്ല, അല്ലാത്ത എല്ലാ തരത്തിലുള്ള നമ്മുടെ മാനുഷിക പ്രവണതകൾ നമ്മുടെ ആത്മീയ പ്രേരണകൾക്ക് വിധേയമായി മാത്രം കഴിയാനുള്ള മനുഷ്യന് ദൈവം നൽകിയ ഒരു പ്രത്യേകമായ കൃപയായിരുന്നു ഈ ഹ്യൂമൻ റെക്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന അവസ്ഥ, മനുഷ്യൻ്റെ ഈ മാനുഷിക സമഗ്രത. മൂന്നാമത്തേത് അമർത്യത, അതായത് അവൻ എന്നേക്കുമായി മരിക്കാനുള്ള സാധ്യതയില്ലാതിരുന്ന അമർത്യത, മരണമില്ലാത്ത അവസ്ഥ. മനുഷ്യപ്രകൃതിയിൽ ദൈവം വിഭാവനം ചെയ്ത ഈ 3 അവസ്ഥകൾക്കും മാറ്റം വരാൻ ഇടവരുത്തിയെന്നതാണ് ആദ്യ പാപത്തിൻ്റെ ദുരന്തം. ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം നൽകിയ ഉത്ഭവ വരപ്രസാദം അവർക്ക് വേണ്ടി മാത്രം നൽകിയതായിരുന്നില്ല, മറിച്ച് മനുഷ്യകുലത്തിന് മുഴുവനും സ്ഥലകാല ഭേദങ്ങൾക്ക് അതീതമായി നൽകപ്പെട്ടതായിരുന്നതിനാൽ പ്രസ്തുത വരപ്രസാദത്തിൻ്റെ നഷ്ടം മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ നഷ്ടമായി തീർന്നതായി ത്രന്തോസ് സോനോദോസ് പഠിപ്പിക്കുന്നു. മേൽപ്പറഞ്ഞ 3 ഗുണങ്ങൾ മനുഷ്യപ്രകൃതി ദൈവം നിക്ഷേപിച്ച അതിസ്വാഭാവിക ഗുണങ്ങളായിരുന്നതിനാൽ പാപത്തിലൂടെ അവ നഷ്ടമായി. അതായത് ഉത്ഭവ വരപ്രസാദവും അമർത്യതയും അതുപോലെ തന്നെ ഹ്യൂമൻ റെക്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മാനുഷിക സമഗ്രതയും ദൈവം ആദ്യമാതാപിതാക്കൾ നിക്ഷേപിച്ചത് അവരിലൂടെ ഇനി വരാൻ പോകുന്ന ജനപദങ്ങൾക്ക് മുഴുവനുള്ള ഒരാത്മീയ സമ്പത്തായിരുന്നു. ആത്മീയ സമ്പത്തിൻ്റെ ഒരു വലിയ നിധികുംഭമായിരുന്നു അത്. അവരുടെ പിശാചുമായിട്ടുള്ള ഐക്യത്തിൽ, ദൈവത്തോടുള്ള ഐക്യത്തിൽ നിന്ന് അകന്നുപോയത് വഴി, പിശാചും ഐക്യപ്പെട്ടത് വഴി അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഈ പറയുന്ന ഉത്ഭവ വരപ്രസാദം, ആ കൃപാവര നിറവ് അവർക്ക് നഷ്ടപ്പെട്ടു. ഇതാണ് ഈ ഉത്ഭവ പാപത്തിൻ്റെ ദൈവശാസ്ത്രപരമായ അടിസ്ഥാനം. ട്രെൻഡ് സോനോദോസ് വീണ്ടും പറയുകയാണ്, മരണ സാമ്രാജ്യത്തിൻ്റെ ഉടമയായ പിശാചിൻ്റെ അധികാരത്തിന് കീഴിലുള്ള അടിമത്തം ഉത്ഭവ പാപത്തിലൂടെ സംജാതമാകുന്നു. ഉത്ഭവ പാപത്തിൻ്റെ അനന്തരഫലങ്ങളും സർവ്വ മനുഷ്യരുടെയും വ്യക്തിപരമായ പാപങ്ങൾ ചേർന്ന് ലോകത്തിന് മുഴുവൻ പാപാവസ്ഥ വരുത്തിയിരിക്കുന്നു. ഈ പാപാവസ്ഥയെ ലോകത്തിൻ്റെ പാപമെന്ന് വിശുദ്ധ യോഹന്നാൻ ചിത്രീകരിക്കുന്ന യോഹന്നാൻ 1:29. മനുഷ്യരുടെ പാപങ്ങളുമായി സാമുദായിക സ്ഥിതികളും സാമൂഹിക ഘടനകളും വ്യക്തികളും ചെലുത്തുന്ന നിഷേധാത്മക സ്വാധീനത്തിൻ്റെ ലോകത്തിൻ്റെ പാപമെന്ന് ഈ പേര് ചേരുന്നതാണെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായി പഠിപ്പിക്കുന്നു. ഉത്ഭവ വിശുദ്ധിയുടെയും നീതിയുടെയും അഭാവമാണ് ഉത്ഭവ പാപം. എന്നാലും മനുഷ്യപ്രകൃതി പൂർണ്ണമായി പങ്കരമായിട്ടില്ല. മനുഷ്യപ്രകൃതിക്ക് സഹജമായ കഴിവുകളെല്ലാം അത് ശ്രദ്ധപ്പെടുത്തി
അങ്ങനെ മനുഷ്യൻ അജ്ഞതയ്ക്കും വേദനയ്ക്കും മരണത്തിൻ്റെ ആധിപത്യത്തിന് അധീനനായി. പാപത്തിലേക്കുള്ള പ്രവണത, പാപാസക്തി എന്ന് വിളിക്കപ്പെടുന്ന തിന്മയിലേക്കുള്ള ഈ പ്രവണത അവരിൽ രൂഢമൂലമായി. എന്നാൽ മാമോദീസ ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൻ്റെ ജീവൻ പ്രദാനം ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ ഉത്ഭവ പാപം നീക്കിക്കളയുകയും അവനെ തിരികെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. എങ്കിലും ദുർബലമാക്കപ്പെട്ടതും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതുമായ മനുഷ്യപ്രകൃതിക്ക് ഏറ്റ ക്ഷതത്തിൻ്റെ അനന്തരഫലങ്ങൾ മനുഷ്യരിൽ നിലനിൽക്കുകയും ആധ്യാത്മിക സമരത്തിന് അവനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ഇതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 405 പറഞ്ഞിരിക്കുന്നത്. അതായത് ഉത്ഭവ പാപം എന്ന് പറയുന്നത് മാമോദീസായിലൂടെ നീങ്ങി പോകുന്നുണ്ട്. മാമോദീസ സ്വീകരിച്ചൊരു വ്യക്തി ഉത്ഭവ പാപത്തിലൂടെ വന്നിരിക്കുന്ന ഈ പറയുന്ന കുറവുകളെല്ലാം പരിഹരിക്കുന്ന ഒരു കുദാശയാണ്. പക്ഷേ അങ്ങനെ കുദാശ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ആത്മീയ യുദ്ധ മുന്നേറ്റമുണ്ട് അവിടെ. ആ ആത്മീയ യുദ്ധത്തിനായിട്ട് പിന്നീട് മറ്റു കൂദാശകളിലൂടെ, തിരുവചനത്തിലൂടെ, സഭാ കൂട്ടായ്മയിലൂടെ, ആത്മീയ ജീവിതത്തിലൂടെ, വിശ്വാസ ജീവിതത്തിലൂടെ, സാക്ഷ്യ ജീവിതത്തിലൂടെ നമ്മൾ വളരണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമുക്ക് ജന്മപാപത്തിൻ്റെ കറകൾ നീക്കാൻ മനുഷ്യാവതാരം ചെയ്ത യേശുവിനെ നമുക്ക് വേണ്ടി പാടുപീഠ സഹിച്ച് മരിച്ചുയർത്ത് നമ്മെ സ്വർഗത്തിൽ കൂട്ടിക്കൊണ്ടുപോകാൻ വരാനിരിക്കുന്ന യേശുവിനെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ഈ നോമ്പുകാലത്ത് പ്രാർത്ഥിച്ചു വരികയും ചെയ്യാം. കർത്താവെ, ഈ വചന ശുശ്രൂഷ പങ്കെടുത്ത് ഓരോരുത്തരെയും എല്ലാവിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന്, ജന്മപാപത്തിൻ്റെ ദുരന്തഫലങ്ങൾ മാത്രമല്ല കർമ്മപാപ ദുരന്തഫലങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.